കർത്താവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നിങ്ങളെ ഈ ചാനലിൽ കൂടെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഇതൊരു ദൈവിക സന്ദർശനത്തിൻ്റെയും ഉണർവിൻ്റെയും സീസണിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഏറിയ നാളുകളായി പ്രവാചകന്മാർ പറയുകയും ദൂതുകൾ കേൾക്കുകയും ചെയ്ത ദൂതുകളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടുന്ന ഒരു സീസണാണ് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനവും മെയ് മാസവും എന്ന് ഒരു വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നു. ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ദൈവം പറഞ്ഞ ഒരു കാര്യമായിരുന്നു, സമർത്ഥമായ വർധനവുണ്ടാകാൻ പോകുന്നു, എല്ലാ മേഖലയിലും വർധനവുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന്. ചില നാളുകളായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഈ ദിവസങ്ങളിൽ ആ ദൈവിക സന്ദർശനങ്ങളെ കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപയാൽ അവസരങ്ങൾ തരുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, മുൻമഴയാൽ നീ അതിനെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ടകളെ ഉടച്ച് നിരത്തുന്നു, ആ കട്ടകൾക്കിടയിൽ കിടക്കുന്ന വിത്തിനെ നീ പുറത്തെടുക്കുന്നു. ദൈവിക സന്ദർശനങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ കേട്ട് മറന്നുപോയ ദൈവിക വാഗ്ദത്തങ്ങളുടെ വിത്തുകൾ വീണ്ടും നീ പോലും അറിയാതെ പൊട്ടിക്കിളിർക്കാൻ തുടങ്ങും. നിങ്ങളോട് കേട്ട, നിങ്ങളുടെ ചർച്ചിനോട് കേട്ട, നിങ്ങളുടെ ദേശത്തോട് കേട്ട ഓരോ ദൂതുകളും ദൈവത്താൽ പൊട്ടിക്കിളിർക്കപ്പെടാൻ പോകുന്ന ഒരു സീസണിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ സീസണിൽ വലിയ ഉണർവുകൾ എല്ലാ സ്ഥലങ്ങളിൽ നടക്കുന്നു. ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വരുന്നതല്ല. ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചർച്ചിൽ യോഗം നീണ്ടുപോകുന്നതല്ല. ഉണർവ് എന്ന് പറഞ്ഞാൽ റിവൈവൽ സിംപ്ലി മീൻസ് ഗോഡ്സ് അറൈവൽ എന്നാണ്. ദൈവം ഒരു ദേശത്ത് വരുന്നതിനെയാണ് ഉണർവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഉണർവുകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ 10 വർഷം, 15 വർഷം, 25 വർഷം ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളുടെ ഇടവേളകളിലാണ് ഉണർവുകൾ പലപ്പോഴും വരുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്തിന്റെ പ്രത്യേകത 2023, 2024 ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, വർഷങ്ങളിൽ വലിയ ഗ്യാപ്പുകളില്ലാതെ ദൈവത്തിന്റെ ഉണർവുകൾ പല സ്ഥലങ്ങളിൽ പൊട്ടി കിളിർത്തുകൊണ്ടിരിക്കുന്നു. വലിയ മഴകൾ, ആത്മീക മഴകൾ പരിശുദ്ധാത്മാവിനാൽ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവിൽ പറയുന്നു, 2024 നിങ്ങൾക്ക് സാധാരണ പോലെ ഒരു വർഷമായിരിക്കത്തില്ല. 2024 നീ മറന്നുപോയ വാഗ്ദത്തത്തിന്റെ മുളകൾ, കട്ടകൾക്കിടയിൽ കിടക്കുന്ന പട്ടുപോകുമെന്ന് നീ കേട്ട ദൈവിക ദൂതുകളെല്ലാം വീണ്ടും പൊട്ടിക്കിളിർക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കൊരു വലിയ ബോധ്യം ലഭിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നടന്ന മീറ്റിങ്ങുകൾ, ബാംഗ്ലൂരിൽ മാത്രമല്ല പലയിടങ്ങളിൽ നടക്കുന്ന മീറ്റിംഗ് അൺസ്റ്റോപ്പബിളായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദൈവിക സന്ദർശനമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ ഒരിക്കലും ദൈവിക സന്ദർശനത്തെ മിസ്സാക്കരുത്. ദൈവിക സന്ദർശനം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, ദൈവം ഒരു ദേശത്തെ സന്ദർശിക്കുമ്പോൾ ഒരിക്കലും അത് മിസ്സാക്കരുത്. യേശുവിൻ്റെ ആ വലിയ സന്ദർശനം, നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ആ മശിഹായെ ജെറുസലേമിലേക്ക് കയറി വന്നപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ആ രാജാവിനെ യെരൂശലേം യഹൂദന്മാർ മിസ്സാക്കി കളഞ്ഞു. സംഭവിച്ചത് അടുത്ത കുറെ നൂറ്റാണ്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുകയായിരുന്നു. നിന്റെ ദേശത്ത് നടക്കുന്ന ഒരു ഉണർവും, നിന്റെ ദേശത്ത് നടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയും കർത്താവേ എന്നെ അറിയിക്കാതെ നീ ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുകയും, നിന്റെ ദേശത്ത് എവിടെയെങ്കിലും ഉണർവുകൾ നടക്കുന്നു എന്ന് ബോധ്യമായാൽ അതൊരിക്കലും മിസ്സാക്കാതെ വേഗത്തിൽ ആ ഉണർവിലേക്ക് ഓടിക്കയറുക. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇനി വർഷങ്ങളില്ല. ഇനിയൊരു 15 20 വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനില്ല. അതുകൊണ്ട് എന്നോട് ചേർന്ന് ഈ ദൂത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന ഓരോ ഉണർവിനെ അംഗീകരിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ടാണെങ്കിലും ദൈവിക സന്ദർശനത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഓടിക്കയറുക. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത 20, 30, 40 വർഷങ്ങൾ ഓടുവാൻ ആവശ്യമായ ആത്മീക ഊർജം, ആത്മീയ അഭിഷേകം നിങ്ങൾക്ക് നൽകി തന്ന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടാൻ പോവുകയാണ്. ഈ 2024 ഒരു ഉണർവിന്റെ മഴ നിങ്ങളുടെ മേൽ പെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിത്തുകൾ ഓരോന്നും കട്ടകൾക്കിടയിൽ നിന്നും കിളിർക്കുന്ന ഒരു സമയമാണ്. മുൻമഴയാൽ ദൈവം അതിനെ കുതിർക്കാൻ പോകുന്നു. അതിന്റെ കട്ടകളെ ഉടച്ച് നിരപ്പാക്കാൻ പോകുന്നു. അതിന്റെ മുളകൾ ഓരോന്നും ദൈവത്താൽ കിളിർക്കപ്പെടാൻ പോകുന്നു.
നിങ്ങളുടെ സംവത്സരങ്ങൾ ആമേൻ നന്മകൾ കൊണ്ട് അലങ്കരിക്കപ്പെടാൻ പോകുന്നു. പോയ വർഷങ്ങളെല്ലാം നിങ്ങൾ ആമേൻ ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അസുഖത്തിലും ഒക്കെ നിങ്ങൾ അപമാനിക്കപ്പെട്ടു പോയെങ്കിൽ ഈ ഉണർവിന്റെ സീസണിൽ ദൈവം നിന്നെ മുൻമഴയാൽ അനുഗ്രഹിച്ച് അലങ്കരിച്ച് നിർത്താൻ പോകുന്നു. ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിക്കുക. ഈ ദൈവിക സന്ദർശനത്തെ നിങ്ങൾ റിസീവ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൂത് കേൾക്കുന്ന ഓരോ സഭകളിലും, ഓരോ വീടുകളിലും, ഓരോ വ്യക്തിയിലും ഒരു ദൈവിക സന്ദർശനം, ഹെവൻലി വിസിറ്റേഷൻസ്, ഓപ്പൺ ഡോർ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തെ നിങ്ങളുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.